മക്കളെ എല്ലാവർക്കും സുഖമാണോ? അമ്മക്കിളിക്ക് സുഖമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കും. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അമ്മക്കിളിയുടെ അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഈ വീഡിയോ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടാതിരിക്കത്തില്ല കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും, സന്തോഷമായിരിക്കും ഇത് കാണുമ്പോൾ കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോയാല്. പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്കിതിലൊരു സംഭവം ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഒരു എന്താ പറയുന്ന ഒരു ആകർഷണം ഇല്ലാത്തൊരു സംഭവം ഉണ്ട് ഇതില്. അത് ലാസ്റ്റ് വரைക്കും കണ്ടെങ്കിലേ മനസ്സിലാകത്തുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അമ്മക്കിളി ഇപ്പൊ കാണിക്കാൻ പോകുന്നത് അമ്മക്കിളിയുടെ ചെടികളുടെ ഒരു കലവറയാണ് കാണിക്കാൻ പോകുന്നത്. ഹാങ്ങിങ് ചെടിയുടെ എല്ലാം പൂക്കളൊക്കെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ നോക്കിയിട്ട് പറയണേ. അപ്പൊ നമുക്ക് നമ്മുടെ അമ്മക്കിളിയുടെ പൂക്കളുടെ ഗാർഡനൊക്കെ ഒന്ന് കണ്ടാലോ. ഈ പൂക്കൾ തന്നെ 2 കളറിലുണ്ട് എന്റെ കേട്ടോ. നല്ല രസമായി ഇത് കാണാനേ. ഇതിന്റെ പേര് വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേക്കാം കേട്ടോ മക്കളെ. ഡയാന്തസ് എന്നാണ് ഈ പൂവിന്റെ പേര്. പിന്നെ റോസപ്പൂ ഇഷ്ടം പോലെ കണ്ട പൂത്ത് കുലുങ്ങി നിൽക്കുന്നു. ഇനി അമ്മക്കിളി കാണിക്കുന്നത് പെറ്റൂനിയാണ്. അത് പല കളറും മിക്സ് ചെയ്ത് വെച്ചിരിക്കുവാണ്. എല്ലാം ഹാങ്ങിങ് ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് ഇങ്ങനെ സൈഡിൽ വെച്ചിരിക്കുന്ന ഹാങ്ങിങ് ചട്ടികളാണ് കേട്ടോ. അതിൽ പൂവൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ആയി വരുന്നതേ ഉള്ളൂ, എല്ലാത്തിലും ആയില്ല കേട്ടോ. ഇപ്പുറത്തും കുറച്ച് ഹാങ്ങിങ് ചട്ടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ കളറും മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് പിന്നെ ഹാങ്ങിങ് ചെടി ഫ്ലൂറോസും ഗ്രീനും വെച്ചിട്ടുള്ളതുകൊണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ. ഇനി അങ്ങോട്ട് നിരയായിട്ട് ഞാൻ പെറ്റൂനിയയുടെ സെക്ഷൻ അങ്ങോട്ട് ഹാങ്ങിങ് ചെയ്തിരിക്കുക. അതിനിടയ്ക്ക് റോസ തല കുത്തി കിടക്കുന്നു, പൂ കായ്ച്ചിട്ട്. അതെനിക്കൊന്ന് വീടിൻ്റെ ആ ഷെയ്ഡും കഴിഞ്ഞ് മേലോട്ട് പോയി, വെയിറ്റ് കാരണമേ. എന്നിട്ട് തലയും കുത്തി ഇങ്ങ് താഴോട്ടിങ്ങ് മറിഞ്ഞിങ്ങി വന്നു. പിന്നെ ഞാനൊരു കമ്പ് വെച്ച് കെട്ടി വെച്ചിരിക്കുക കേട്ടോ. പെറ്റൂനിയ ചെടികളുടെ കളറെല്ലാം കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. നല്ല ഡാർക്ക് പർപ്പിള്, പിങ്ക്, വൈറ്റ്, റെഡ്, പിന്നെന്തോ പർപ്പിൾ വിത്ത് വൈറ്റ്, ഇങ്ങനെ പല കളറുമാണ് കേട്ടോ. എല്ലാം കൂടെ മിക്സായി ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. എന്നിട്ടും ഫുള്ള് പൂ വന്നിട്ടില്ല, ഇനിയും വരാൻ പോകുന്നുള്ളൂ. ഇപ്പോൾ വെച്ചിട്ട് തന്നെ ഒരു 10-15 ദിവസമേ ആയുള്ളൂ. അപ്പോഴത്തേക്ക് ഇത്രയും പൂക്കൾ വന്നിരിക്കുന്നത്. പിന്നെ ഈ നിൽക്കുന്നതൊക്കെ ഇതാ പൂ വരാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഡയാന്തസ് ഉണ്ട്, പിന്നെ നമ്മുടെ 10 മണി ചെടിയുടെ ഇത് അങ്ങനത്തെ പൂവുണ്ട്. ഈ പൂ കണ്ടാൽ നമ്മൾ വിചാരിക്കുന്നത് പ്ലാസ്റ്റിക് പൂവാണ്. അത്രയ്ക്കും ഒരു പെർഫെക്റ്റായിട്ട് നല്ല ഇതളതളായിട്ട് ഇങ്ങനെ നിൽക്കും. ഇത് ജെറേനിയമാണ്. എല്ലാ പ്രാവശ്യവും ഞങ്ങൾ റെഡാണ് വാങ്ങിക്കാറ്. ഈ പ്രാവശ്യം ഞങ്ങൾ ഓറഞ്ച് വാങ്ങിച്ചിട്ടുണ്ട്. അടിപൊളി പൂവാണ്. ഇത് ഹൈട്രാഞ്ചിയാണ്. 2 മൂടുണ്ട്. പൂ അങ്ങോട്ട് പൂക്കാൻ തുടങ്ങുന്നത്. നമ്മുടെ ഹാങ്ങിങ് ഇഷ്ടം പോലെ ഫ്ലൂറസിൻ യെല്ലോ വന്നിട്ടുണ്ട്. അതിനിടയ്ക്ക് പിയോനി ഉണ്ട്. ഇനിയും കാണിക്കാൻ പോകുന്ന ഒരു സർപ്രൈസാണ് എൻ്റെ വാഴ. കണ്ടാ, വാഴ ഇപ്പോൾ 2 ഇലയായി, 3ാമത്തെ വരുന്നു. 2-3 ചെറിയതൊന്നുണ്ട്, നമുക്ക് ചൂടായിട്ട് വേണം മുറിച്ചെടുക്കാൻ. ഇനി ഒരു ചെടി ഞാൻ കാണിക്കാം കേട്ടോ. ഉള്ളത് അറിയാമല്ലോ, ഈ ചെടിയിൽ പൂ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും എന്താ പൂക്കൾ ഇഷ്ടമല്ലേ? അമ്മക്കിളിക്ക് ഗാർഡനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമല്ലേ? ഇഷ്ടമാണ്, പക്ഷേ ഈ പൂവിനോട് നമുക്കൊരു ആകർഷണം തോന്നുന്നില്ല. പൂക്കളുടെ ഗാർഡൻ ഹാങ്ങിങ് ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക്, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നിങ്ങളെല്ലാവരും അമ്മക്കിളിയെ പ്രതീക്ഷിച്ചിരിക്കണം കേട്ടോ. നല്ല വീഡിയോ ആയിട്ട് വരാമേ.